ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ചു. നമ്മൾ ഈ ചാനലിൽ കണ്ട ഒട്ടുമിക്ക വീഡിയോയും ആദ്യം നമ്മൾ തുടങ്ങിയത് ഒരു സർക്കിളിൽ നിന്നാണ്. പൂക്കളം മിക്കവാറും സർക്കിളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും സർക്കിൾ വരച്ചു. ഈ ഡിസൈനിൽ ഒരുപാട് സർക്കിൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിനുള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ വരച്ചു, ടോട്ടൽ 2 സർക്കിൾ വരച്ചു. ഇനി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരുപാട് സർക്കിൾ വരയ്ക്കേണ്ടി വരും. ഏറ്റവും ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ വരച്ചു. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഞാനിപ്പോൾ ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഇതായിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ വരയ്ക്കുകയാണ്. അതും വരച്ചു. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളൂടെ വരച്ചു. ഇപ്പോൾ ടോട്ടൽ എത്ര? 1 2 3 4 5 സർക്കിളാണ് നമ്മളിപ്പോൾ വരച്ചത്. അതെവിടേക്കാണ് വരയ്ക്കേണ്ടതെന്ന് ഓർമ്മ വേണം. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളൂടെ വരച്ചു. ഏറ്റവും സിമ്പിളായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ. ഏറ്റവും ഉള്ളിലായിട്ട് വീണ്ടും ഒരു സർക്കിളോടെ വരച്ചു. എന്തിനാണ് ഇത്രയും സർക്കിൾ വരയ്ക്കണതെന്ന് ചോദിച്ചാൽ, ഇതിലെല്ലാം വിവിധതരം പൂക്കൾ, വിവിധതരം കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പിന്നെ ഒരു ക്രോസാണ് നമ്മളിപ്പോൾ വരച്ചത്. ഏറ്റവും ഉള്ളിലായിട്ട് ഒരു ക്രോസ് വരച്ചു. ക്രോസ് ഒരുപാട് സ്ഥലത്ത് വരയ്ക്കേണ്ടി വരും. അപ്പുറത്തെ സൈഡിലും ക്രോസ് വരച്ചു. ക്രോസ് വരച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏതൊക്കെ കളർ വേണം അതൊക്കെ ഇടാനാണ്. ഇനി നമ്മൾ ഔട്ടർ സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എവിടേക്കാണ് കട്ട് ചെയ്യേണ്ടത് അവിടെയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഭാഗത്ത് കട്ട് ചെയ്തെടുത്തു. ഇനി അപ്പുറത്തെ സൈഡിലും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എവിടേക്കാണ് കട്ട് ചെയ്യേണ്ടത് അവിടെയെല്ലാം കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട്, പക്ഷേ പൂക്കളം ഇട്ടതിന് ശേഷം നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു പൂക്കളം കിട്ടുന്ന ഒരു ഡിസൈനും കൂടിയാണിത്. ഇനി അപ്പുറത്തെ ഭാഗത്തും കട്ട് ചെയ്തു, താഴെയും കട്ട് ചെയ്തു. എവിടെയൊക്കെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെയെല്ലാം സൂക്ഷിച്ച് കട്ട് ചെയ്യുക. അപ്പുറത്തും കട്ട് ചെയ്യുക. ഓക്കെ, ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സിമ്മട്രിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ ഡിസൈൻ കംപ്ലീറ്റ് ആയതാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഇടാം. ഏത് കളർ കോമ്പിനേഷൻ വേണം മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.